അയാൾ പ്രതിയായതിൻ്റെക്കാളും 10-15 ഇരട്ടി കേസുകൾ പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിയാണ്. അങ്ങനെ കാപ്പയിൽപ്പെടുത്തുകയാണെങ്കിൽ എല്ലാവരെയും പെടുത്തേണ്ടതായിട്ടുണ്ട്. കേസുകളുടെ എണ്ണം വെച്ചാണ് നോക്കുന്നതെങ്കിൽ 6 മാസം കഴിയുമ്പോഴേക്കും ഈ 2 പാർട്ടികളും ചേർന്നുകൊണ്ട് അവിശ്വാസം കൊണ്ടുവരുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണിത് സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനിക്കുന്നത് തന്നെ. അത് കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്ത് മാറിയിട്ട് ബി ഗോകുമാർ സാറിനെ പ്രതിപക്ഷ നേതാവാക്കേണ്ടി വരും. 29-ാം തീയതി കൗൺസിൽ യോഗം ചേരുകയാണ്. ആ കൗൺസിൽ യോഗത്തിൽ സുഗതന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഭരണപക്ഷത്തിനൊരു തിരിച്ചടിയായി മാറും. 4 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ കോൺക്രീറ്റുകൾ ഈ തലയിൽ കൂടെ വീഴുകയാണ്. ഈ വച്ച കോൺട്രാക്ടറുടെ വീടാണ് 4 വർഷം കഴിയുമ്പോഴെങ്കിൽ കോൺക്രീറ്റുകൾ തലയിൽ കൂടെ വീഴുമോ? വീഴില്ല. തിരുവനന്തപുരം പട്ടണത്തിൽ തെരുവ് നായ്ക്കളുടെ ശല്യം എവിടെയുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ നിമിഷം തിരുവനന്തപുരം കോർപ്പറേഷൻ ഡോഗ് സ്ക്വാഡ് വന്ന് അതിനെ ഷെൽട്ടറിൽ കൊണ്ടാകും. തിരിച്ചവിടെ കൊണ്ടുവിടില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മാലിന്യ പ്രശ്നം ശാസ്ത്രീയമായി പരിഹരിച്ചിരിക്കും. മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിച്ചിരിക്കും. നമസ്കാരം, വാക്കുമുറവാക്കിലേക്ക് സ്വാഗതം. ചരിത്ര വിജയം നേടി തലസ്ഥാന കോർപ്പറേഷനിൽ BJP അധികാരത്തിൽ വന്ന 6 മാസം പിന്നിടുമ്പോൾ ഭരണസ്തംഭനമെന്ന ആരോപണമാണ് നേരിടുന്നത്. പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിനായി കച്ചമുറുക്കുമ്പോൾ 5 കൊല്ലം തികച്ചേ പോകൂവെന്ന ആത്മവിശ്വാസമാണ് മേയർ ഉൾപ്പെടെ ഭരണപക്ഷം പുറത്തെടുക്കുന്നത്. പക്ഷേ ഒരു കൗൺസിലർ കാപ്പ കേസിൽ അറസ്റ്റിലായി ജയിലിലായി. കൗൺസിലറുടെ ജാമ്യം വൈകുന്തോറും BJP പരിങ്ങലിലാകുമോ? ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു തലസ്ഥാന കോർപ്പറേഷൻ മേയർ ശ്രീ VV രാജേഷ്. സ്വാഗതം. ഈ പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന CPMൻ്റെ ഭരണം, അഴിമതി നിറഞ്ഞ ഭരണമെന്നൊക്കെ ഉയർത്തിക്കാട്ടിയാണ് ജനവിധി നിങ്ങൾ നേരിട്ടത്. അതിനുശേഷം അധികാരത്തിൽ അട്ടിമറി വിജയം, അതൊരു സുവർണ നേട്ടം തന്നെയായിരുന്നു BJPക്ക് തലസ്ഥാന കോർപ്പറേഷനിൽ ഭരണത്തിൽ വരിക എന്ന് പറയുന്നത്. പക്ഷേ ഈ 6 മാസം മികച്ച രീതിയിലൊരു ഭരണം കാഴ്ചവെച്ചു. സമൂഹത്തിൽ നിന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നുമൊക്കെ BJPക്ക് വലിയ രീതിയിലുള്ള ഒരു പിന്തുണയൊക്കെ ലഭിച്ചു വരുമ്പോഴാണ് പൊടുന്നനെ ഒരു കൗൺസിലർ, അത് കാപ്പ കേസൊക്കെ ചുമത്തിയ ഒരു കൗൺസിലർ അകത്താകുന്നു. അതോടുകൂടി മുഴുവൻ ശോഭയും കെടുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയോ? അതെങ്ങനെയാണ്? ഒരാൾ ഒരു കേസിൽ കുറച്ച് ദിവസം ജയിലിലാവുന്നു എന്ന് കരുതിയിട്ട് ഒരു ഭരണ സംവിധാനത്തിന് വ്യത്യാസം വരുന്നത് അത് സ്വാഭാവികമായിട്ടൊരു നിയമപ്രക്രിയയാണ്. ഞങ്ങൾക്ക് എത്രയോ കാലം ജയിലിൽ കിടന്നിട്ടുണ്ട്, എത്രയോ കൗൺസിലർമാർ ജയിലിൽ കിടന്നിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടൊരു ഭരണ സംവിധാനത്തിൻ്റെ ഒരു നയത്തെയോ ശൈലിയൊന്നും ബാധിക്കുന്നതല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് വാർത്തകളൊക്കെ പ്രതിപക്ഷം അങ്ങനെയൊക്കെ പറയും. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതി അധികാരത്തിലെത്തിയ ദിവസം മുതൽ ഇന്ന് വരെ നോക്കുമ്പോഴേക്കും ജനപിന്തുണ ഓരോ ദിവസവും ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളൊക്കെ. ഒരു കൗൺസിലറുടെ അല്ലെങ്കിൽ ഒറ്റ സീറ്റിൻ്റെ ഒരു ബലാബലത്തിലൊക്കെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും എപ്പോൾ വേണമെങ്കിലും ഒരു അവിശ്വാസമൊക്കെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ 6 മാസം കഴിയുമ്പോൾ അത് ഏറെക്കുറെ അങ്ങനെ വരുന്നു. ഈ ഒരു അവിശ്വാസത്തിൻ്റെ നീക്കം നടത്തുന്നു. അവിശ്വാസം വരുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഉറപ്പില്ല. പക്ഷേ അങ്ങനൊരു നീക്കം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അതിനെ തരണം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനായി BJPക്ക് ഇങ്ങനെ ഒരു ആത്മവിശ്വാസം ഏത് കോണിൽ നിന്നാണ് ലഭിക്കുന്നത്? പ്രത്യേകിച്ച് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 6 മാസം കഴിയുമ്പോഴേക്കും ഈ 2 പാർട്ടികളും ചേർന്നുകൊണ്ട് അവിശ്വാസം കൊണ്ടുവരുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണിത് സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനിക്കുന്നത് തന്നെ. കാരണം ഞങ്ങൾ ജനങ്ങളെ ഏൽപ്പിച്ചത് ഈ കോർപ്പറേഷനിൽ കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്ന തീവട്ടിക്കൊള്ള, അഴിമതി, അതിനെതിരെ പോരാടാനാണ്, ഭരിക്കാനാണ്. ഞങ്ങൾ ആ പോരാട്ടം ഡേ 1 മുതൽ തന്നെ ആരംഭിച്ചു. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. അത് അവിശ്വാസമല്ല, ഇനി സമരമല്ല, എന്ത് വന്നാലും അക്കാര്യങ്ങളിൽ ഞങ്ങൾ ജനങ്ങളോട് പ്രഖ്യാപിച്ചതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ വരുമ്പോഴേക്കും വർദ്ധിത വീര്യത്തോടെ ഇവിടുത്തെ അഴിമതി പങ്ക് പറ്റിക്കൊണ്ടിരുന്നവരൊക്കെ ഈ ഭരണസമിതിക്കെതിരായി സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും ഇറങ്ങിത്തിരിക്കും എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. പൊതുപ്രവർത്തനത്തിൽ നല്ല പരിചയസമ്പന്നരായതുകൊണ്ട് തന്നെ അതിൽ ഞങ്ങൾക്ക് യാതൊരു അതിശയോക്തിയുമില്ല. 5 വർഷം കൊണ്ട് 10 അവിശ്വാസ പ്രമേയം വന്നേക്കാം എന്നുള്ള കണക്കുകൂട്ടലുകളിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ ഒരു അവിശ്വാസ നീക്കം ഉണ്ടാവുകയാണെങ്കിൽ ഈ ജനങ്ങളോ അല്ലെങ്കിൽ പൊതുജനങ്ങളോ ആയിരിക്കത്തില്ല ഈ കൗൺസിലിൽ ഉണ്ടാകുന്നത്. അത് മറുഭാഗത്തു നിന്ന് പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെയാകും. അങ്ങനെ ഒരു ബലാബലത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ എങ്ങനെ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയും? ആ ഒരു ആത്മവിശ്വാസം വരട്ടെ. അത് വരുമ്പോൾ ഓരോ ദിവസവും രാഷ്ട്രീയത്തിൽ ഓരോ ദിവസവും ഓരോരോ പുതിയ പുതിയ പരീക്ഷണങ്ങളാണ്. വരട്ടെ. BJP പോലത്തെ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിശ്വാസവും ഒക്കെ നേരിട്ടവരാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഞങ്ങളുടെ പാർട്ടിയുടെ നല്ല ബാക്കപ്പുണ്ട്, ജനങ്ങളുടെ പിന്തുണയുണ്ട്, കൗൺസിലർമാരുടെ പിന്തുണയുണ്ട്. 101 കൗൺസിലർമാരും
ഈ കോർപ്പറേഷൻ്റെ ഭരണത്തിൽ തുല്യ പങ്കാളിത്തമാണ്, വികസന കാര്യത്തിൽ തുല്യ പങ്കാളിത്തമാണ്. ഒരു കൗൺസിലർ പോലും ഇന്ന് വരെ മേയറുടെ കയ്യിൽ നിന്നും ഒരു കത്തൊപ്പിട്ട് വാങ്ങാനോ മേയറോട് ഒരു കാര്യം സംസാരിക്കാനോ ഒരു മിനിറ്റ് പോലും 101 പേര് ഒരു മിനിറ്റ് പോലും മേയറുടെ ഓഫീസിൻ്റെ മുന്നിൽ കാത്തു വയ്ക്കേണ്ട സാഹചര്യം വന്നിട്ടില്ല. അവരെ കണ്ടു കഴിഞ്ഞാൽ അടുക്കലേക്ക് വിളിച്ച് അവരുടെ പ്രശ്നം പരിഹരിച്ച് വിടുകയാണ്. അവരുടെ സമയത്തിന് അത്രത്തോളം വിലയാണ് മേയർ എന്നുള്ളത് എനിക്ക് കൊടുക്കുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി, ഒരു കൗൺസിലർ, നിങ്ങൾക്ക് ഈ പ്രത്യേകിച്ച് ഈ 50 പേരുടെ അംഗസംഖ്യ മാത്രമായി ബലാബലത്തിൽ നിൽക്കുന്ന ഈ ഭരണസമിതിക്ക് ആ കൗൺസിലർ ഒരു ബാധ്യതയായി മാറുകയാണ്? അങ്ങനെയൊന്നും ഒരിക്കലുമില്ല. 101 കൗൺസിലർമാർ ഒരുപോലെ തന്നെയാണ്. എല്ലാവരും അതാത് സ്ഥലത്ത് മത്സരിച്ചവരിൽ മികച്ച ആളായതുകൊണ്ടാണല്ലോ ജനങ്ങൾ തിരഞ്ഞെടുത്തത്. ഇപ്പം നമ്മൾ ആലങ്കാരികമായി ഇന്ന കേസാണ്, അത് തീവ്രമാണെന്നൊക്കെ പറഞ്ഞാൽ അയാൾ പ്രതിയായതിൻ്റെ 4, 5, 10 ഇരട്ടി കേസുകൾ ഞാൻ പ്രതിയാണ്. അയാൾ പ്രതിയായതിൻ്റെക്കാളും 10, 15 ഇരട്ടി കേസുകൾ പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിയാണ്. അങ്ങനെ കാപ്പിയിൽ പെടുത്തുകയാണെങ്കിൽ എല്ലാവരെയും പെടുത്തേണ്ടതായിട്ടുണ്ട്. കേസുകളുടെ എണ്ണം വെച്ചാണ് നോക്കുന്നതെങ്കിൽ ഇപ്പോൾ ശബരിമലയിലൊക്കെ നടന്ന സമരങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതിലൊക്കെ എനിക്ക് ജാമ്യം കിട്ടാത്ത വകുപ്പിട്ടാണ് എനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത് കോടതിയുടെ പരിഗണനയുള്ളതാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 101 കൗൺസിലർമാരും അതേ പ്രദേശത്ത് മത്സരിച്ചവരിൽ ഏറ്റവും മികച്ചവരാണല്ലോ ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് 101 ഒരേപോലെ കണ്ടേ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ട് കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് വെക്കുകയുള്ളൂ. ബാക്കി കാര്യങ്ങൾ കോടതി നോക്കട്ടെ. നമ്മളെന്തിനും അങ്ങനെ ഒരു വിലയിരുത്തലെത്തേണ്ട ആവശ്യമില്ലല്ലോ. സാധാരണ ഒരു രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും അങ്ങയുടെ ഭാഷയിൽ തന്നെ പറയുന്ന 100, 150 കേസുകൾ എല്ലാവരും പ്രതികളായിരിക്കുകയും പല കേസുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും. പക്ഷേ അതേപോലെയാണോ ഒരു കാപ്പ കേസിലൊക്കെ? കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് ഇരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് അതിൻ്റെ അർഹതയുണ്ട്, അതിനുള്ള പരിഗണന കൊടുക്കും. അത് അദ്ദേഹത്തിന് മാത്രമല്ല, എല്ലാവർക്കും ഇതുപോലെ പരിഗണന മേയർ എന്നുള്ള നിലയ്ക്ക് കൊടുക്കും. ബാക്കി കാര്യങ്ങൾ കോടതി തീരുമാനിക്കട്ടെ. 29-ാം തീയതി കൗൺസിൽ യോഗം ചേരുകയാണ്. ആ കൗൺസിൽ യോഗത്തിൽ സുഗതന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ ഭരണപക്ഷത്തിനൊരു തിരിച്ചടിയായി മാറും? ഇപ്പോഴത്തെ അവസ്ഥയിൽ യാതൊന്നും ബാധിക്കില്ല. മറുഭാഗത്ത് അവിശ്വാസ നീക്കവുമായി വരുന്നത് UDF കൊണ്ടുവരുന്നു. LDF പിന്തുണയ്ക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ അവിശ്വാസം ഇല്ല എങ്കിൽ അങ്ങ് പറയുന്ന പോലെ ഈ 5 വർഷത്തിനിടയിൽ മിനിമം ഒരു 10 അവിശ്വാസമെങ്കിലും പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നതെന്ന് പറയുന്നത് സ്വാഭാവികമായി. അങ്ങനെ വരുമ്പോൾ LDF UDF ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരുമിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എങ്ങനെയാകും BJP? കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്ത് മാറിയിട്ട് BB ഗോകുമാർ സാറിനെ പ്രതിപക്ഷ നേതാവാക്കേണ്ടി വരും. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ദേശീയ തലത്തിലുണ്ടായില്ലേ? അതായത് ദേശീയ തലത്തിൽ വളരെ വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് വിപ്ലവം എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരുമിച്ചല്ലോ അതിനെ BJP തരണം ചെയ്തില്ലേ? കേരളത്തിലും ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും, വന്നേ മതിയാവുകയുള്ളൂ. തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പം 2015-20 കാലഘട്ടത്തിൽ ശ്രീ പ്രശാന്ത് മേയറായിരുന്നു, അതിനുശേഷം ശ്രീകുമാർ മേയറായിരുന്നു. ആ സമയം പ്രശാന്തിന് 42 പേരുടെ പിന്തുണ ഉണ്ടായിരുന്നുള്ളൂ, BJPക്ക് 35 പേരായിരുന്നു. എനിക്ക് തോന്നുന്നു UDFന് 20-22 പേര് UDFനുണ്ടായിരുന്നു. ആ സമയത്തുൾപ്പെടെ പരോക്ഷമായ UDFൻ്റെ പിന്തുണ കൊണ്ടാണ് പ്രശാന്ത് നിലനിന്നത്. ഞങ്ങൾ എന്ത് ചെയ്തു? ആ ടൈം ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു, അടുത്ത ടൈം ഞങ്ങൾ അതിനെ അതിജീവിച്ച് ഭരണപക്ഷത്തായി. അപ്പോൾ അവർ മുൻപ് ഒരുമിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ഇന്നല്ലെങ്കിൽ നാളെ തിരുവനന്തപുരം കോർപ്പറേഷനിലും കേരളത്തിലും ഇങ്ങനെ ഒരുമിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഞങ്ങളുടെ മുന്നോടിയുടെ പ്രസക്തി. ആ സാഹചര്യം തരണം ചെയ്യുന്നത് കേരളത്തിൽ BJP ഭരണത്തിലേക്കായിരിക്കും. അതിലൊരു ഡൗട്ടും വേണ്ട. ഇത് രഹസ്യമൊന്നുമില്ല, പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ. അവിടെ ഞങ്ങൾ അഴിമതിയെ എതിർക്കുന്ന ഭാഗത്തായിരിക്കും ജനങ്ങളോടൊപ്പം. ഇപ്പോൾ പാളയം മാർക്കറ്റിലെ 45 വർഷത്തെ ഗുണ്ടാപ്പിരിവ് ഒരൊറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ അവസാനിപ്പിച്ചില്ലേ? അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോഴേക്കും ഈ അഴിമതിയുടെ പങ്ക് പറ്റുന്നവരൊക്കെ തന്നെ ഒരുമിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഇങ്ങനൊരു സാഹചര്യം ഫേസ് ചെയ്യേണ്ടി വരും. കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെയായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം കൊണ്ടുപോകുന്നുണ്ടത് എന്നുള്ള നല്ല വിശ്വാസത്തിൽ അത് തരണം ചെയ്യാനുള്ള ശേഷിയോടെയാണ് ഭരണം ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾക്ക് ഇതൊക്കെ അവസരങ്ങളല്ലേ. ഒരു 40 വർഷത്തിലധികം ഭരിച്ചതാണ് CPM. അവിടുത്തെ അഴിമതികളൊക്കെ തന്നെ നിങ്ങൾ അക്കമിട്ട് നിരത്തിയിരുന്നു പ്രതിപക്ഷത്തായിരുന്ന സമയത്തൊക്കെ തന്നെ. പക്ഷേ 6 മാസം പിന്നിട്ട് 6 മാസം കഴിഞ്ഞു നിങ്ങൾ അധികാരത്തിൽ വന്നു. നിങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് അവർ അന്ന് ചെയ്ത അഴിമതികളൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോൾ ഭരണത്തിലേറിയ ശേഷം അതിലേതെങ്കിലും രീതിയിലുള്ള അന്വേഷണമോ നടപടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം ആരംഭിച്ചല്ലോ. ആരംഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ എത്രയോ കല്യാണ മണ്ഡപങ്ങൾ കമലേശ്വരം മുടവൻമുകളൊക്കെ ഇരുന്നത് അനധികൃതമായി കൈവശം വെച്ചെന്നെല്ലാം ഞങ്ങൾ ഒഴിപ്പിച്ചല്ലോ. അവർക്കെല്ലാം കരിമ്പട്ടിയിൽപ്പെടുത്തേണ്ടവരെ കരിമ്പട്ടിയിൽപ്പെടുത്തിയോ, ചില കോൺട്രാക്ടർമാരെ കരിമ്പട്ടിയിൽപ്പെടുത്തിയല്ലോ ഞങ്ങൾ. അതോടൊപ്പം തന്നെ ഇവിടുത്തെ കോർപ്പറേഷൻ്റെ 100 കണക്കിന് കടകൾ ചുരുങ്ങിയ വാടകയ്ക്ക് വർഷങ്ങളായി ചിലർ കൈവശം വച്ചിരുന്നു. അതിൽ കാലാവധി കഴിഞ്ഞ കഴിഞ്ഞ മാർച്ച് 31 കാലാവധി കഴിഞ്ഞ എല്ലാ കടകളും ഞങ്ങൾ ലേലം ചെയ്തല്ലോ.
ഞങ്ങൾ ചില കോൺട്രാക്റ്റുകൾ പുതുക്കി ലേലം ചെയ്തപ്പോഴേക്കും 120% വർധന. ഞാൻ അടുത്ത ദിവസം പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്, 120% വർധന ഒരെണ്ണത്തിൽ മാത്രം, ഒരിനത്തിൽ മാത്രം. എത്ര കോടി രൂപയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആരംഭിച്ചല്ലോ. കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം ഞാൻ പ്രഖ്യാപിച്ച 2 നടപടികൾ താങ്കൾ ഇന്ന് വാർത്ത വന്നിട്ടുണ്ട് എല്ലാത്തിലും. ഫോറൻസിക് ഓഡിറ്റ്. സ്മാർട്ട് സിറ്റി തുടങ്ങിയത് മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അവിടെ ഒരു 91 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് എടുത്ത വിഴിഞ്ഞത്ത് ഹാർബർ നിങ്ങളൊന്ന് പോകണം. ഈ ക്യാമറയായിട്ട് അമൃത ചാനലൊന്ന് പോകണം. അവിടെ പോയിട്ട് ആ വിഴിഞ്ഞ ഹാർബറിൽ മൈലാഞ്ചിക്കല്ല് മതിപ്പുറം പ്രദേശത്തെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിലൂടെ നിങ്ങൾ അടുത്ത ദിവസം യാത്ര ചെയ്ത് നോക്ക്. 4 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ കോൺക്രീറ്റ് ഇളകി തലയിൽ കൂടെ വീഴുകയാണ്. ഈ വച്ച കോൺട്രാക്ടറുടെ വീടാണ് 4 വർഷം കഴിയുമ്പോഴെങ്കിൽ കോൺക്രീറ്റ് ഇളകി തലയിൽ കൂടെ വീഴുമോ? വീഴില്ല. അപ്പോൾ പാവപ്പെട്ട ആൾക്കാരൊക്കെ കെട്ടിവെച്ച് ഇതിൽ അഴിമതി നടന്നിട്ടില്ലേ? നിങ്ങൾ ഇവിടെ കരിമടം കോളനി പോയി ആ ഫ്ലാറ്റിലേക്ക് ഒന്ന് നോക്കൂ. എത്ര കോടി രൂപ ചിലവഴിച്ചിട്ടാണ് പാവങ്ങൾ താമസിച്ചിരിക്കുന്നത്. ദിവസവും ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത് അവിടുത്തെ സെപ്റ്റിക് ടാങ്കെല്ലാം അവരെല്ലാം ഓവർഫ്ലോ പൊങ്ങുകയാണ്. അതിൽ കൂടെയാണ് കുട്ടികളൊക്കെ നടക്കുന്നത്. ഈ അവസ്ഥയിലേക്ക് ഒരു ജനതയെ തള്ളിയിട്ടതിൻ്റെ ഞങ്ങൾ നിലപാട് സ്വീകരിക്കണ്ടേ? ഒരു അവിശ്വാസം എന്നുള്ള ഉമ്മാക്കി കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങളതൊക്കെ അവസാനിപ്പിക്കുമെന്നാ ഞങ്ങൾ ചെയ്യണ്ടേ? പാളയത്ത് ഒരു കൂട്ടം മീനിന് വിൽക്കുന്നതിന് 20-25 രൂപ വാങ്ങിക്കുന്നതാണ് നിയമം പറയുന്നതെങ്കിൽ 500 രൂപ ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയോട് ഒരു ദിവസം മീൻ വിൽക്കുന്നതിന് ഗുണ്ടാപ്പിരിവ് ആവശ്യമുണ്ടോ? ഞങ്ങളതിനെതിരെ ഇടപെടണ്ടേ? ഒരു ബൾബ്, LED ബൾബ് മീൻകുട്ടയുടെ മുകളിൽ പ്രകാശിപ്പിക്കുന്നതിന് ഒരു മാസത്തേക്ക് 500 രൂപ വാടക വാങ്ങിക്കുന്നു. അതിൻ്റെ കറണ്ട് ചാർജ് അടയ്ക്കുന്ന കോർപ്പറേഷനാണ്. എന്നിട്ടും ഗുണ്ടാപ്പിരിവ് 500 രൂപ ഇട്ടില്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചോളണം, ബൾബിടാൻ സമ്മതിക്കില്ല. ഇത് പണ്ടൊക്കെ ചില സിനിമകൾ കണ്ടിട്ടുള്ള മുംബൈയിലേക്ക് ചേരി പ്രദേശങ്ങൾ നടക്കുന്നത് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, സിനിമയിൽ കണ്ടിട്ടേ ഉള്ളൂ. അത് നമ്മുടെ കൺമുന്നിൽ പാളയത്ത് ഈ നൂറ്റാണ്ടിൽ 45 വർഷം കൊണ്ട് നടക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവസാനിപ്പിക്കണ്ടേ? ക്യാൻസർ രോഗിയായ ഒരു വീട്ടമ്മ ഒരു പരാതിയുമായി കോർപ്പറേഷനിൽ കയറി വരികയാണ്. എനിക്ക് നല്ല കച്ചവടം നടന്നില്ല, എൻ്റെ ഒരു മീൻ എടുത്തുകൊണ്ട് പോയി 3000 രൂപ വിലയുള്ള മീൻ 500 രൂപ കൊടുക്കാത്തതുകൊണ്ട്. ഞങ്ങൾ ഇടപെടണ്ടേ? ഇടപെടും. അതിൽ ആരൊക്കെ കൂടെ ഒരുമിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമേ ഇല്ല. അതിൽ ഒരുമിച്ച് ഈ ഭരണസമിതിയെ താഴെ ഇറക്കാൻ വരുന്നവരുടെ അടുത്ത് പോയി നിങ്ങൾ ഇൻ്റർവ്യൂ നടത്തണം, ചോദിച്ചു നോക്കണം. ഇതിലൊക്കെ നടപടി എടുത്തില്ലേ, നിങ്ങൾക്ക് സാധിച്ചോ എന്ന് ചോദിച്ചു നോക്കണം. ഈ മേയറായിരുന്ന സമയത്ത് മേയർക്കെതിരെ ആര്യ രാജേന്ദ്രൻ, മുൻ മേയർക്കെതിരെ വലിയ രീതിയിൽ വിമർശനം നേരിട്ട, ആരോപണം നേരിട്ടൊരു വിഷയമാണ് SC/ST ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട്. അതിലിപ്പോൾ ഭരണത്തിലേറിയ BJP എന്താണ്? അതിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. അവർ പലതും ഫയൽ പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. ഞാൻ SC ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ച് കൃത്യമായ യോഗം ചേർന്നതിൻ്റെ രേഖകളൊക്കെ തന്നെ വിജിലൻസിനോട് ആ അന്വേഷണത്തിൻ്റെ ഫയലുകളൊക്കെ തിരിച്ചു വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഹൈക്കോടതി സമീപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ 15 ദിവസത്തിലൊരിക്കലും കിട്ടുന്ന സമയമൊക്കെ തന്നെ മേയറുടെ സാന്നിധ്യത്തിൽ തന്നെ SC ഡിപ്പാർട്ട്മെൻറ്റ് യോഗം ചേരുകയാണ്. നിങ്ങൾ SC ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അന്വേഷിച്ച് നോക്കൂ. 3 യോഗം കഴിഞ്ഞു. പട്ടികജാതി റിസർവേഷൻ സീറ്റിൽ നിന്ന് ജയിച്ചു വന്ന കൗൺസിലർമാർ, LDF, UDF, BJP കൗൺസിലർമാർ, അവരും SC ഡിപ്പാർട്ട്മെൻറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും കോർപ്പറേഷൻ സെക്രട്ടറിയും മേയറും ഉൾപ്പെടുന്ന ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടുന്ന ടീം 15 ദിവസത്തിൽ ഒരിക്കലിരുന്ന് SC സെക്ഷനിൽ ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുകയാണ്, മോണിറ്റർ ചെയ്യുകയാണ്. ഇന്നൊരു കോർപ്പറേഷൻ്റെ ചരിത്രം നടന്നില്ല. കാരണം SC സെക്ഷനിൽ എല്ലാ വർഷവും ഈ വളരെ കുറച്ച് ശതമാനം ഫണ്ടേ ചിലവഴിക്കാറുള്ളൂ. ചിലവഴിക്കുന്ന ഫണ്ട് തന്നെ അർഹരുടെ കയ്യിലെത്തുന്നില്ല. SC ഡിപ്പാർട്ട്മെൻറ്റ് തട്ടിപ്പ് നടക്കുന്നുണ്ട്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇപ്പോഴും കോർപ്പറേഷനെതിരെ ഈ CPM-ന്റെ മുൻ മന്ത്രിയായിരിക്കുന്ന വി ശിവൻകുട്ടി അടക്കം ആരോപണം ഉന്നയിച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾക്ക് ഞാൻ മറുപടി പറയാറില്ല. മറ്റൊന്ന്, ഈ വിളപ്പിൽശാല എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു പദ്ധതിയെ ഈ അവസ്ഥ ആക്കി ഗതികേടാക്കിയിട്ട് കോർപ്പറേഷനെ കുട്ടിച്ചോറാക്കിയതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ആളാണ് ഈ കോർപ്പറേഷനിൽ. ഞാൻ അതിലേക്ക് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിഷയം മാറിപ്പോവും, നിലവാരം ഒരുപാട് താഴ്ന്നു പോകുന്നുള്ളതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നില്ല. മാലിന്യ പ്രശ്നം ഒരു പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമാണ്. കേരളത്തിലെ ഏറെക്കുറെ എല്ലാ കോർപ്പറേഷനും ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. അത് ആത്യന്തികമായിട്ട് അത് പരിഹരിക്കണം. അതിനിപ്പോൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ശരി തന്നെ ഈ തെരുവ് നായയുടെ പ്രശ്നം ഇപ്പോൾ നിങ്ങളുടെ പറഞ്ഞില്ലേ, അധികാരത്തിലേറെ പിറ്റേ ദിവസം മുതൽ തന്നെ എല്ലാവരും ചോദിക്കുകയായിരുന്നല്ലോ. ഇന്ന് വളരെ ആത്മവിശ്വാസത്തോടെ അമൃത ചാനലിനോട് താങ്കളോട് പറയുന്നു, തിരുവനന്തപുരം പട്ടണത്തിൽ തെരുവ് നായ്ക്കളുടെ ശല്യം എവിടെയുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ ആ നിമിഷം തിരുവനന്തപുരം കോർപ്പറേഷൻ ഡോഗ് സ്ക്വാഡ് വന്ന് അതിനെ ഷെൽട്ടറിൽ കൊണ്ടാകും, തിരിച്ചവിടെ കൊണ്ടുവിടില്ല. ഞാൻ ആത്മവിശ്വാസത്തോടെ അതുപോലെ ആത്മവിശ്വാസത്തോടെ അമൃതയോട് പറയുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനിലെ മാലിന്യ പ്രശ്നം ശാസ്ത്രീയമായി പരിഹരിച്ചിരിക്കും. മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിച്ചിരിക്കും. അതിന് BPCL-യുമായിട്ട് ഞങ്ങൾ 2 ഘട്ട ചർച്ച കഴിഞ്ഞു. ഞാൻ ഡൽഹിയിൽ സംസ്ഥാന BJP പ്രസിഡന്റ് ഉൾപ്പെടെ പോയി അക്കാര്യത്തിലുള്ള പ്രാഥമിക ഘട്ട ഇടപെടൽ കഴിഞ്ഞിരിക്കുന്നു. പറയാം, മാധ്യമങ്ങൾ ഇനിയിപ്പോൾ അത് എപ്പോൾ എങ്ങനെ അതെല്ലാം പറയാം, അതെല്ലാം അതിൻ്റെ സമയമായിട്ടില്ല.
മാധ്യമങ്ങളോട് സമൂഹത്തോട് പറയേണ്ട സമയമായി വരുന്നു. കൃത്യമായിട്ട് പറയും. ഒരു 2 സ്റ്റെപ്പ് കൂടെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം. പക്ഷേ പരിഹരിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും മനോഹരമായി പരിഹരിക്കപ്പെടുന്ന പ്രദേശമായിരിക്കും തിരുവനന്തപുരം. അല്ല, അങ്ങനെ അത്ര വേഗത്തിൽ സ്മൂത്തായിക്ക് ഈ ഒരു മാലിന്യ പ്രശ്നത്തിൽ നമുക്ക് അങ്ങനെ പരിഹാരം, കാരണം ഇതിനു മുന്നേ ഭരിച്ച ഭരണസമിതികളൊക്കെ തന്നെ വലിയ രീതിയിൽ പരിശ്രമം നടത്തിയ ഒരു വിഷയമാണ്. അപ്പോൾ ഇത്ര വളരെ ആത്മവിശ്വാസത്തോടുകൂടി താങ്കൾക്ക് എങ്ങനെ അത് പറയാൻ കഴിയുന്നു? എൻ്റെ പാർട്ടി രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. ഒരുപാട് നേതാക്കന്മാർ ഞങ്ങൾക്ക് അനുഭവങ്ങൾ പറഞ്ഞു തരാനുണ്ട്, പരിഹരിച്ച് തരാനുണ്ട്. ഈ കോർപ്പറേഷനിൽ അതിനാവശ്യമുള്ള ഫണ്ടുണ്ട്, അതിനുള്ള പുതിയ മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉണ്ട്, രാഷ്ട്രീയ ഇടപെടലുകളുണ്ട്. മാലിന്യ പ്രശ്നം, തെരുവുനായ പ്രശ്നം, അത് രണ്ടും ഏറെക്കുറെ പരിഹരിക്കുന്നു. ഒരെണ്ണം പരിഹാരത്തിൻ്റെ വക്കിലാണെന്ന് അങ്ങ് പറയുന്നു. ഈ കുടിവെള്ള പ്രശ്നം എല്ലാ കാലവും കോർപ്പറേഷൻ നേരിടുന്നതാണ്. അവിടെ എങ്ങനെയാണ് ഒരു പരിഹാരം? അതായത് കുടിവെള്ള പ്രശ്നം നിങ്ങളുൾപ്പെടെ നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യേണ്ടതാണ്. ഞാനത് 2 തരത്തിലുള്ള ചർച്ചകൾ കഴിഞ്ഞു. ഒന്ന്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് on ഡിസ്കഷൻ നടത്തി. ഞങ്ങളുടെ നിരീക്ഷണത്തിൽ എന്താണ് പ്രശ്നമെന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ധരിപ്പിച്ചു. 2, ബഹുമാനപ്പെട്ട ജലസേചന മന്ത്രി, തിരുവനന്തപുരത്ത് നിന്നുള്ള 2 മന്ത്രിമാർ, ശ്രീ കെ മുരളീധരൻ, ശ്രീ CP ജോൺ, ഇത്രയും മന്ത്രിമാരുമായിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നു, ഉദ്യോഗസ്ഥരുമായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഈ വിഷയത്തിലുള്ള ആഴത്തിലുള്ള പഠനം ഞങ്ങൾ അവരുടെ മുമ്പിൽ കൃത്യമായിട്ട് വ്യക്തമാക്കി. മിനിറ്റ്സ് ആയിട്ടുണ്ടത്. അവരൊക്കെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിൽ വളരെ സജീവമായി ഇടപെടുകയാണ്, പിന്തുണയാണ് തന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ടെൻറ്റേറ്റീവായിട്ടൊരു ഡേറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കുടിവെള്ള പ്രശ്നവും വെള്ളക്കെട്ടും ഒരു കോൺക്ലേവ് നടത്തി ഒരുമിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലൊരു ടോട്ടൽ പ്ലാൻ ഉണ്ടാക്കും. ആ പ്ലാൻ സമൂഹത്തിന് ഉപയോഗിക്കുകയും കേന്ദ്ര ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും. ആ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഏറെക്കുറെ തീരുമാനത്തിലേക്ക് എത്തുമ്പോഴേക്കും ആ പ്രശ്നം പരിഹരിക്കും. നഗരസഭയുടെ ബസ്സുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ ഏത് രീതിയിൽ? തർക്കങ്ങളൊന്നുമില്ല. മുൻ ഗതാഗത മന്ത്രിയുമായിട്ട് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ പറഞ്ഞിരുന്നു, ആവശ്യപ്പെട്ടിരുന്നു ചില കാര്യങ്ങൾ. അദ്ദേഹം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തന്നിരുന്നു. അപ്പോഴേക്കാണ് ഗവൺമെൻറ് മാറിയത്. പുതിയ ഗതാഗത മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം അവരുടെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് സെറ്റ് ചെയ്യാനുള്ള അവരുടെ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത UDFൻ്റെ പ്രഖ്യാപിത സൗജന്യ ബസ് യാത്ര അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ തയ്യാറെടുപ്പിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഡൽഹിയിലായിരുന്നു. 3 നാളേക്ക് എത്തുള്ളൂ. ഞങ്ങൾ വീണ്ടും ഒരുമിച്ചിരിക്കുന്നുണ്ട്. ഇക്കാര്യം അദ്ദേഹത്തെ അനുഭവപൂർവ്വമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. തലസ്ഥാന കോർപ്പറേഷനാണ്. BJPക്ക് ഈ രീതിയിലൊരു ചരിത്ര നേട്ടം ലഭിക്കുന്നു, ഭരണത്തിലേറുന്നു. അതിന് തൊട്ടു പിന്നാലെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ തലസ്ഥാന കോർപ്പറേഷനിൽ തന്നെ 2 MLA കൂടി ലഭിക്കുകയാണ്. BJPക്ക് ആദ്യമായാണ്. അങ്ങനെ വരുമ്പോൾ അത് BJP സംബന്ധിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു കുറച്ചുകൂടി എളുപ്പത്തിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ ഒരു രാഷ്ട്രീയ അടിത്തറ ഉണ്ടാക്കാനായി അതുകൂടി സഹായമാകില്ലേ? കോർപ്പറേഷൻ 4 MLA 2 BJP ഇല്ലേ താമരത്തിൽ ജയിച്ചത്. അപ്പോൾ അത് വരാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ദിശാസൂചകമാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇനി അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് BJP ആയിരിക്കും. BJP നേതൃത്വം കൊടുക്കുന്നുണ്ട്, അതിൽ സംശയമില്ല. ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ്, ജനകീയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണോ? ഏതിലായാലും എല്ലാ തെരഞ്ഞെടുപ്പിലും ഒരു ഭാഗത്ത് BJP ആയിരിക്കും. അത് ലോക്സഭയാവട്ടെ, ലോക്കൽ ബോഡി ആവട്ടെ, BJP എന്നുള്ളത് കഴിഞ്ഞ 2 ഭാഗങ്ങൾ ഉണ്ടാകാൻ പോകുന്നതിൽ ഒരു ഭാഗത്ത് BJP ആയിരിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ LDFിനേക്കാൾ 2 ലക്ഷം വോട്ട് ഞങ്ങൾക്ക് കൂടുതലാണ്. സിറ്റി കോർപ്പറേഷനിൽ LDFന് MLA തന്നെ ഇല്ല. UDF ഒരു ഭാഗത്ത്, BJP ഒരു ഭാഗത്ത്. 3 MLA മാത്രമാണ് BJPക്കുള്ളത്. പക്ഷേ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2024 2 വർഷം കഴിയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ 2 വർഷത്തിനുള്ളിൽ LDFും UDFും കൂടി ഒരു ഭാഗത്തും മറുഭാഗത്ത് BJPയുമായിരിക്കും. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം 2 വർഷം കഴിയുമ്പോൾ ഉണ്ടാകും. ഒരു ഭാഗത്ത് BJP ആയിരിക്കും. അപ്പോൾ മറ്റേ ഭാഗം സ്വാഭാവികമായി ഇടത് വലത് മുന്നണികൾ ഒരുമിക്കുമെന്നാണ് സംഭവിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവിശ്വാസം അങ്ങനെ വരാൻ പോവില്ല. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ, കേരള രാഷ്ട്രീയത്തിൽ 2 വർഷം. ത്രിപുരയിൽ BJP എത്ര ശതമാനം വോട്ടുണ്ട്? ഒറ്റ ഇലക്ഷൻ്റെ ഭരണത്തിലെത്തിയില്ലേ? തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരണത്തിലെത്തുമെന്ന് കഴിഞ്ഞ ഒരു 5 വർഷം മുമ്പ് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നു? ഞങ്ങളുടെ ഭരണത്തിലെത്തിയില്ലേ? ഇപ്പോൾ ഒരു അവിശ്വാസം എന്ന് പറഞ്ഞ സംഭവം കൊണ്ടുവരാൻ പോകുമെന്ന് പറയുന്നു. ഈ അവിശ്വാസം ഞങ്ങൾ നേരിട്ട് ഇരട്ടി ശക്തിയോടുകൂടി മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ഇപ്പം പലരും വിശ്വസിക്കില്ല. ഞങ്ങളത് പോകും. ഈ ഒരുപക്ഷെ അതിനുള്ള പല സാധ്യതകളും ഈ LDF അതിനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ 49 പേർ അവർക്കുണ്ട്. ബലാബലത്തിൽ വരുമ്പോൾ നിങ്ങൾ ഏത് മാർഗമായിരിക്കും അവിശ്വാസം നേരിടാനായി? അവിശ്വാസം വരികയാണെങ്കിൽ, അവിശ്വാസം വരുമെന്ന് 29-ാം തീയതി അതെ ഒരു അവിശ്വാസം വരാൻ പോകുന്നു. ഭാവിയിൽ അവിശ്വാസം വന്നാൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ 29-ാം തീയതി ഒരു അവിശ്വാസം വരാൻ പോകുന്നില്ല. നിങ്ങൾ എഴുതി വെച്ചോ. അത്രയേറെ ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോൾ. അല്ല, ഞാൻ അഭിതാത്മവിശ്വാസം ഒന്നുമില്ല. നടക്കാൻ പോണ കാര്യമല്ലേ പറഞ്ഞു. ഞാൻ മേയറല്ലേ കോർപ്പറേഷൻ്റെ. 30 വർഷം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയല്ലേ. എനിക്കറിയാം എന്താണ് വരാൻ പോകുന്നത്. 2047 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികത്തിൽ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി സംഭാവന നൽകാൻ പോകുന്ന കോർപ്പറേഷനുകളിൽ ഒന്ന് തിരുവനന്തപുരമായിരിക്കും. അതായത് ഞാൻ 20 വർഷത്തെ ഭരണസ്ഥിരതയും കൂടെ ഉറപ്പ് പറയുകയാണ്. അതിനുശേഷം ഭൂരിപക്ഷം കൂട്ടി ഭരിക്കും. കേന്ദ്ര ഗവൺമെൻറ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി എന്താ പറഞ്ഞത്? ലോകത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭാരതമായിരിക്കും 2047.
അപ്പോഴേക്കും ആ ഭാരതത്തിന് ഏറ്റവും കരുത്ത് കൊടുക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനായിരിക്കും. ജനങ്ങൾ തീരുമാനിക്കട്ടെ ബാധി. ഞങ്ങളുടെ ആഗ്രഹമാണ്, അതുകൊണ്ടല്ലേ രാത്രി 11 വരെ പ്രവർത്തിക്കുന്നത്. മറുഭാഗത്ത് പ്രതിപക്ഷം സത്യാഗ്രഹം, റിലേ സത്യാഗ്രഹം, കൗൺസിലറെ പുറത്താക്കണമെന്ന് ആവശ്യം, പുറത്താകുന്നതുവരെ റിലേ സത്യാഗ്രഹമാണ് ഇപ്പോൾ LDF പ്രഖ്യാപിച്ചത്, തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൗൺസിലർ മടങ്ങി വരുമ്പോൾ ഏതെങ്കിലും രീതിയിൽ വീണ്ടും സമരം, ഉറപ്പായും സമരം നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു തീരുമാനത്തിലാണ് അവരെങ്കിൽ ഉറപ്പായും അങ്ങനെ സമരം പ്രതീക്ഷിക്കാം. അത് ഏതെങ്കിലും രീതിയിൽ BJPക്ക് അല്ല, അങ്ങനെയാണെങ്കിൽ അവർക്ക് എനിക്ക് തോന്നുന്നു 5 വർഷവും സമരം ചെയ്യാനുള്ളൊരു മുദ്രാവാക്യമാണത്. ഇനിയുള്ള 4.5 വർഷം അവർക്ക് ഇതേ മുദ്രാവാക്യം ഉയർത്തി പുറത്ത് സമരം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. അത് നല്ലതാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സമരം ചെയ്യുന്നു എന്നുള്ളത് നല്ലതാണ്. അപ്പോൾ അത്രയേറെ കട്ട സപ്പോർട്ടാണ് സുഗതന് കൗൺസിലർക്ക്. മേയർ എന്ന നിലയിൽ താങ്കൾ എന്തായാലും മേയറാണല്ലോ, അപ്പോൾ മേയർ എന്ന നിലയിൽ താങ്കളുടെ കൗൺസിലറെ സപ്പോർട്ട് പിന്തുണച്ചേ മതിയാവുക. ഞാൻ 101 പേർക്കും കൊടുക്കുന്ന പിന്തുണ ഇതാണ്. ഇന്ന് വരെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് വന്ന ഞാൻ ഉൾപ്പെടെയുള്ള 101 പേരും വളരെ മനോഹരമായി 5 വർഷവും പൂർത്തിയാക്കണം, ഒന്നിനൊന്നും മെച്ചപ്പെട്ട കൗൺസിലർമാരായിരിക്കണം എന്നോട് ആഗ്രഹിച്ചുകൊണ്ട് പിന്തുണ കൊടുക്കുകയാണ് 101 പേർ. പ്രതിപക്ഷ പാർട്ടികളുടെ കൗൺസിലർമാർക്കും പ്രതിപക്ഷ നേതാവിനും ഉൾപ്പെടെ, അല്ലെങ്കിൽ കൗൺസിൽ പാർട്ടി ലീഡേഴ്സിനും ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് അവർ പറയട്ടെ. ഈ മറ്റ് LDF UDF മുന്നണികളുടെ കൗൺസിൽ പാർട്ടി ലീഡർമാർ പറയട്ടെ, ഞങ്ങളുടെ വാർഡിൽ മേയറോ ഭരണസമിതിയോ ഞങ്ങൾ ആവശ്യപ്പെട്ട ഇന്ന കാര്യം ചെയ്തു തന്നില്ല എന്നവർ പറയട്ടെ. അപ്പോൾ ഈ സമരത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, പ്രതിപക്ഷത്തിൻ്റെ സമരത്തെ? സമരങ്ങളൊക്കെ നടത്താം, സമരങ്ങളൊക്കെ ആരോഗ്യകരമാണ്. ഞാൻ എല്ലാ സമരങ്ങളെയും, ഞാനിപ്പം അവിശ്വാസത്തെ സ്വാഗതം ചെയ്ത മേയറല്ലേ, സമരങ്ങളെ സ്വാഗതം ചെയ്യുന്ന മേയറല്ലേ. ജനാധിപത്യത്തിൽ സമരങ്ങൾ സജീവമാണ്. ഈ സമരമൊന്നുമല്ല, ഞാനിതിൻ്റെ അപ്പുറം വലിയ സമരമാണ് പ്രതീക്ഷിച്ചത്. സത്യത്തിൽ ഇതൊക്കെ ഈ സമരമൊന്നുമല്ല, വളരെ വലിയ ശക്തമായ, ഒരു പക്ഷേ ഇനി വന്നേക്കാം. അപ്പോൾ സമരങ്ങൾ ഉണ്ടാകണം. താങ്കൾക്ക് പരിക്കേറ്റു, എന്നാലും ഈ സമരത്തിലൊന്നും ഈ കോർപ്പറേഷനകത്ത് ഞാൻ നേതൃത്വം കൊടുത്ത് നടത്തിയ പോലെ സമരം ആരാ നടത്തിയിട്ടുള്ളത് ചരിത്രത്തിൽ? ഇതിനകത്ത് 30 ദിവസം രാത്രികൾ ഞാൻ കിടന്നുറങ്ങിയിട്ടില്ലേ? ഇപ്പോൾ സമരം ചെയ്യുന്ന ആരാ? ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് കോർപ്പറേഷൻ്റെ കൗൺസിൽ ഹാളിലോ ലോഞ്ചിലോ 30 ദിവസം കിടന്നുറങ്ങിയ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ സഹപ്രവർത്തകരായ 35 കൗൺസിലർമാർ, 20 വനിതകൾ, ഞങ്ങൾ ന്യൂസ് പേപ്പർ വെച്ച് നിലത്ത് കിടന്നുറങ്ങിയാണ് അഴിമതിക്കും പിൻവാതിൽ നിയമനത്തിനെതിരെ സമരം ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ ഒറ്റ പോയിൻ്റേ ഉള്ളൂ, കോർപ്പറേഷൻ കോമ്പൗണ്ടിനുള്ളിൽ കോർപ്പറേഷൻ്റെ കൗൺസിലർമാർക്ക് സമരം ചെയ്യാം. ആ സമരവും മേയർക്ക് മേയറുടെ റൂമിലോട്ടും ഉദ്യോഗസ്ഥർക്കും ജീവനക്കാരും അവരുടെ റൂമിലോട്ടും കടന്നു വരാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തരുത്. ഇവിടെ കടന്നു വരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇവിടെ വന്ന് ഓരോ സെക്ഷനിൽ പോയി അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുവാനുള്ള അവരുടെ അവകാശത്തെ തടസ്സപ്പെടുത്തരുത്. കോർപ്പറേഷനിലെ വസ്തുവകകൾ നശിപ്പിക്കരുത്. അത് പാവപ്പെട്ട ജനങ്ങളുടെ പൈസ ഉപയോഗിച്ചു. ഈ 2-3 കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ നിർദ്ദേശമായി പറയുന്നുള്ളൂ. ഈ നിർദ്ദേശങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോലീസ് ഇടപെടണം. അപ്പോഴേക്കും അങ്ങനെയുള്ള മാത്രമേ ഉള്ളൂ. സമരങ്ങൾ സജീവമായിട്ട് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം രാഷ്ട്രീയത്തിൽ എപ്പോഴും പ്രതിപക്ഷം തിരുത്തൽ ശക്തിയായി നിൽക്കണം. പ്രതിപക്ഷം അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വിജിലൻ്റ് ആവാൻ സാധിക്കും. അതിനെയൊക്കെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മേയറാണ് ഞാൻ. കഴിഞ്ഞ ദിവസം കണ്ട സമരങ്ങളിലൊന്നും അങ്ങ് തൃപ്തനല്ല. കാരണം 5 വർഷം നിങ്ങൾ പ്രതിപക്ഷത്തിൽ നിന്നപ്പോൾ നടത്തിയ സമരത്തിൻ്റെ ഒന്നും ഒരു 4 എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞങ്ങൾ ശക്തമായ സമരം നടത്തിയിട്ടുണ്ട്. ശക്തമായ സമരങ്ങൾ ജനാധിപത്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സമരങ്ങളെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് ഞാൻ. ഒരുപാട് സമരം ചെയ്ത് വളർന്നു വന്ന 2 പേരെ വെച്ച് സമരം ചെയ്തിട്ടുണ്ട്, 2000 പേരെ വെച്ച് സമരം ചെയ്തിട്ടുണ്ട്, 20,000 പേരെ വെച്ച് സമരം ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു വന്ന ആളാണ്. അപ്പോൾ സമരങ്ങളിലൂടെയാണ് നേതാക്കന്മാരുണ്ടാകുന്നത്. ജനകീയ സമരങ്ങളിലൂടെ, ന്യായമായ ജനകീയ ആവശ്യങ്ങളിലൂടെയാണ് നേതാക്കന്മാരുണ്ട്. അങ്ങനെയുള്ള നേതാക്കന്മാരുണ്ടാകുമ്പോഴേ ജനാധിപത്യത്തിന് കരുത്താവുന്നത്. ഞാൻ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. എന്തായാലും 6 മാസം പിന്നിട്ടു ഒരു ചരിത്ര വിജയത്തിലൂടെ BJP അധികാരത്തിൽ വന്നു. ഈ അവിശ്വാസമൊന്നും BJPയെ സംബന്ധിച്ച് അതൊന്നും BJPയുടെ ഭരണസമിതിക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല എന്ന ആത്മവിശ്വാസം അങ്ങ് ഉറപ്പിച്ച് പറയുന്നു. അതുപോലെ തന്നെ സംഭവിക്കട്ടെ. ഇത്രയും സമയം വാക്കുമായി സഹകരിച്ചതിന് നന്ദി.